ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. എന്നാൽ തമിഴിൽ കണ്ടവർക്ക് ചിലർക്കൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും കാര്യമെന്ന്. അപ്പോൾ രാവിലെ കുളിച്ച് അമ്പലത്തിലൊന്ന് പോകണം കേട്ടോ. അപ്പോൾ കുളിക്കാനായിട്ട് റെഡിയായി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും കറണ്ടും പോയി. അപ്പോൾ ഇങ്ങനെ കറണ്ടും പോയി വരും ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടായി. വെള്ളം തീർന്നും പോയി. അപ്പോൾ ഇടയ്ക്ക് കറണ്ട് വന്ന സമയത്ത് മോട്ടറടിച്ച് അങ്ങനെ വെള്ളം എടുത്താണ് കേട്ടോ നമ്മൾ കുളിച്ചത്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കയ്യാങ്കുട്ടിനും വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവനെയും കുളിപ്പിച്ച് റെഡിയാക്കി ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി. മിക്ക അമ്പലങ്ങളും അടച്ചിട്ടേക്കണയായിരുന്നു കേട്ടോ. വെളുപ്പിന് തുറന്നിട്ട് 7 മണിക്ക് അടയ്ക്കും, പിന്നെ വൈകിട്ട് 7 മണിക്കാണ് തുറക്കണേന്ന് പറഞ്ഞത്. പ്രധാനപ്പെട്ട ചില അമ്പലങ്ങൾ അങ്ങനെ അടച്ചിട്ടേക്കണായിരുന്നു. എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിലേക്കാണ് പോയത്. അവിടെ നിന്നൊക്കെ ചുറ്റിക്കറങ്ങി നമ്മൾ പറവൂർ ഫുൾ ചുറ്റി എല്ലാ അമ്പലങ്ങളിലും നോക്കിയിട്ടാണ് പിന്നെ വന്നത്. നമ്മളിപ്പോൾ മിക്കപ്പോഴും പോകാറുള്ള അമ്പലത്തിലേക്ക് എത്തി. അപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴുത് വീട്ടിൽ വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും അനിയനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് കാര്യം ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല. അതായത് ചേട്ടൻ ഇന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒമാനിലേക്കാണ് പോകണം. ജോലി കിട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി 1 വർഷം കഴിഞ്ഞിട്ടാണല്ലോ വരുള്ളൂ. അതുകൊണ്ട് കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് 6 മണിയായപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി. നമ്മുടെ കാറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും ആ വഴി വീട്ടിലോട്ട് പോകും. അവർ എയർപോർട്ടിൽ വന്നില്ല. ഞങ്ങൾ എയർപോർട്ടിലേക്ക് ചേട്ടനെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഞാനും ചേച്ചിയും അച്ചൂട്ടിനും കയ്യാങ്കുട്ടിനും അച്ഛനും അമ്മയും പിന്നെ ഞങ്ങളുടെ ആൻറ്റി പിന്നെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നല്ല മഴയായിരുന്നു കേട്ടോ. പോണ വഴിക്ക് നല്ല മഴയായിരുന്നു. അപ്പോൾ നല്ല ചെറുതായിട്ട് ഒരു ബ്ലോക്കും കിട്ടി നമുക്ക് പറവൂർ വെച്ചിട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കാറിനാണ് പോകുന്നത്. ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കാരിൽ, പിന്നെ കസിൻസൊക്കെ വേറൊരു കാറിനും കൂടിയാണ് വരുന്നത്. കാരണം ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഇനി 1 വർഷം കഴിഞ്ഞിട്ടാലോ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവർക്കും യാത്രയാക്കാൻ വരുന്നൊരാഗ്രഹം. അപ്പോൾ അങ്ങനെ അവരും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കസിൻസിൻ്റെ വണ്ടിയിലായിരുന്നു നമ്മൾ ബാഗൊക്കെ വെച്ച് തരുന്നത്. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ബാഗൊക്കെ ഇറക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട് കേട്ടോ. കാരണം ഇനി 1 വർഷം കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ എന്നൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇനിയിരുന്നു. പക്ഷേ അച്ചൂട്ടൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. ആൾക്കാണെങ്കിൽ അച്ഛനെ എല്ലാ ദിവസവും അന്വേഷിക്കും. ചേട്ടൻ ചെന്നൈയിലേക്ക് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്തേക്കാണെങ്കിൽ അച്ചൂട്ടൻ എപ്പോഴും ചേട്ടനെ അന്വേഷിക്കുന്ന ഒരാളാണ്. അച്ഛൻ്റെ എന്ന് ചോദിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിലായിരുന്നു എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. നമുക്ക് യാത്ര ചെയ്യിക്കണം ആ ഒരു ഇതുവരെ എൻട്രി വരെയാണല്ലോ നമുക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ചേട്ടൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തൊരു ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ പോകാനായിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് കേട്ടോ പോകണേ. അപ്പോൾ ഞങ്ങൾ അവിടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് അച്ചേട്ടനെ ട്രോളി ബാഗിലേക്ക് കയറ്റി ഇരുത്തേക്കണായിരുന്നു ചേട്ടൻ. ആൾക്ക് അതിനകത്ത് ഇരുന്നപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായി. എയർപോർട്ട് ആദ്യമായിട്ട് കാണുന്നതാണല്ലോ അച്ചേട്ടൻ. ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ചേട്ടൻ പോകാൻ നേരത്ത് ആൾക്ക് ചെറുതായിട്ടൊരു സങ്കടം വന്നിട്ടോ. അച്ഛൻ എന്തിയെ എന്നുള്ള അച്ഛനെ കാണാത്തതിൻ്റെ ആ ഒരു ഇത് അച്ഛനകത്തേക്ക് കയറിപ്പോയപ്പോൾ ആ ഒരു സങ്കടം. പക്ഷെ പെട്ടെന്ന് അപ്പേനെ കണ്ടപ്പോൾ അപ്പയുടെ കയ്യിലേക്ക് ആൾ പോയി. എന്നാലും എനിക്കും ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങ് പോയപ്പോൾ. വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങ് ഫീലായി. അപ്പോൾ ഞാൻ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തിട്ടാണ് അടുത്ത ഭാഗത്തേക്കുള്ള വോയിസ് ഓവറൊക്കെ കൊടുത്തേട്ടെ. കാരണം ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു വീഡിയോ കാണുമ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ കാണുമ്പോൾ എനിക്ക് ഒരു സങ്കടം വരുമായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പിന്നീട് ഞാൻ അടുത്ത വോയിസ് ഓവർ കൊടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പം അങ്ങനെ ചേട്ടനകത്തേക്ക് കയറി നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ടും അന്നേരം നമുക്കൊരു ഫീൽ ആവുമല്ലോ, ഒരു സങ്കടമൊക്കെ വരുമല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തു. കാരണം അവരുടെ എമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു അവരകത്തുനിന്ന് നമുക്ക് ചില്ലിൻ്റെ അവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ കുറേ നേരം അങ്ങനെ കാണാതായപ്പോൾ വിളിച്ച് കഴിയുമ്പോഴാണ് പറഞ്ഞത് അവിടെ നല്ല തിരക്കായിരുന്നു. ഒറ്റ ക്യൂ ഉണ്ടായിരുന്നുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നല്ല ക്യൂ ഉണ്ട്, ഒത്തിരി ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് നമ്മൾ
അധികം നേരം നിന്നില്ല, തിരിച്ചു പോരാൻ തുടങ്ങി. 11:30-ക്കായിരുന്നു ചേട്ടൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 3 മണിക്കൂർ മുന്നേ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളൊരു 8 മണി ഒക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. കാരണം അത്യാവശ്യം ബ്ലോക്ക് കിട്ടിയായിരുന്നു. ഒരു 3/4 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ നമുക്ക് എയർപോർട്ടിട്ട് ഈ വീട്ടിൽ നിന്ന്. പക്ഷേ എന്നിട്ടും നമുക്ക് ബ്ലോക്ക് കിട്ടി. കാരണം തിങ്കളാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പോരാത്തതിന് മഴയും കൂടി ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് ചേട്ടൻ്റെ കൂട്ടുകാരൻ വരാനായിട്ട് കൂടി വെയിറ്റ് ചെയ്തിട്ടാണ്, കൂട്ടുകാരും കൂടി വന്നിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറി. ഒരുമിച്ചാണ് അകത്തേക്ക് കയറിയത്. അപ്പം അങ്ങനെ ഞങ്ങൾ അധികം നേരം നിൽക്കാണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാൻ തുടങ്ങി. അപ്പോഴത്തേനും ടൈമൊക്കെ ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. ചേട്ടൻ്റെ മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആൾ ഞാൻ സമാധാനപ്പെടുത്തി. പിന്നെ ആളവിടെ ഓടിക്കളിയായിരുന്നു. അവിടെ ഒത്തിരി. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ എയർപോർട്ട് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.